നമസ്കാരം. അനന്തമി പാഠശാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ PSC പ്രൊഫൈലിൽ മെഡിക്കൽ പ്രിവിലേജ് എന്നുള്ളൊരു പുതിയ ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അപ്പോൾ ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് PSC തന്നെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിക് ബാധിതരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത വിവരം പ്രൊഫൈലിൽ ചേർക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഒരു മെഡിക്കൽ പ്രിവിലേജിന് വേണ്ടിയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ പ്രിവിലേജ് എന്നുള്ള പുതിയൊരു ഐക്കൺ കൂടെ അതിനകത്ത് കാണാനായിട്ട് പറ്റും. ആ ഒരു ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇതുപോലൊരു സ്ക്രീനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ആഡ് എ പ്രിവിലേജ് എന്നുള്ള ഓപ്ഷൻ കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഡ് എ പ്രിവിലേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതായത് എയിൽമെൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ടൈപ്പ് 1 ഡയബറ്റിക് എന്നുള്ള ഓപ്ഷൻ മാത്രമേ അവിടെ ഉള്ളൂ, അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. അത് ഡീറ്റെയിൽസ് ഇഫ് എനി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ PSC എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രോണിക് ഡയബറ്റിക് സിൻസ് 10 ഇയേഴ്സ് 10 വർഷമായിട്ട് ഡയബറ്റിക് ആണ് എന്നുള്ളൊരു ഡീറ്റെയിലും കൂടെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ഡീറ്റെയിൽസും കൂടി ഇവിടെ കൊടുക്കുക. അതിനുശേഷം ആക്സസ് കോഡുണ്ട്, ആക്സസ് കോഡ് കൊടുക്കുക. ആക്സസ് കോഡ് കൊടുത്തതിന് അതിനുശേഷം നിങ്ങൾക്ക് സെൻഡ് OTP എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ സെൻഡ് OTP എന്ന് കൊടുക്കുക. അതായത് നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണോ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ളത് ആ ഒരു മൊബൈൽ നമ്പറിലോട്ട് അപ്പോൾ ഒരു OTP പോകും. അപ്പോൾ നിങ്ങൾ ആ ഒരു OTP എടുക്കുക. എന്നിട്ട് ആ ഒരു OTP ഇനി വരുന്ന കാണുന്ന സ്ക്രീനിലോട്ട് എന്ത് ചെയ്യുക, ആ ഒരു OTP കൊടുക്കുക. OTP വന്നു കഴിയുമ്പോൾ എൻ്റർ ദ OTP എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിലോട്ട് നിങ്ങൾക്ക് കിട്ടിയ OTP നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം വെരിഫൈ OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു മെഡിക്കൽ പ്രിവിലേജ് നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ആവും. അതായത് നിങ്ങൾ ടൈപ്പ് 1 ഡയബറ്റിക് ആണ് എന്നുള്ളത് ആ ഒരു വിവരം നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് ആഡ് ആവും. പക്ഷേ നിങ്ങൾക്കിത് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഫൈലിലോട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു സ്ഥലം കൂടെ അവിടെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം എന്നും PSC പ്രൊഫൈലിൽ പുതിയതായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് തുറന്ന് നോക്കിയാൽ മനസ്സിലാവും ഏത് ഫോർമാറ്റിലാണ് നമ്മൾ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ OTP ഒക്കെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയായിരിക്കും സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ആദ്യം ടൈപ്പ് 1 ഡയബറ്റിക്, അത് കഴിഞ്ഞിട്ടൊരു പ്ലസ് സൈൻ കാണാമല്ലോ, ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ആ ഒരു പ്ലസ് സൈനിൽ കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സ്പേസ് ആണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലാണെങ്കിൽ ഫോണിൽ, അല്ലാതെ എവിടെയാണെന്ന് വെച്ചാൽ അവിടുന്ന് നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റ് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാവുള്ളൂ. അതായത് ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം, JPG ഫോർമാറ്റിലായിരിക്കണം, 100 KB സൈസ് പാടുള്ളൂ. അതുപോലെ തന്നെ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 500x500 ആണ്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നല്ല ക്ലിയർ ആയിരിക്കണം ഡോക്യുമെൻറ്റ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാവുള്ളൂ. ഓക്കെ. പിന്നെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻ്റ്, അതായത് ഒറിജിനൽ ഡോക്യുമെൻറ്റുമായിട്ട് തൊട്ടടുത്തുള്ള PSC ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് വെരിഫിക്കേഷൻ ആയതിന് ശേഷം നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻ്റൊക്കെ കറക്റ്റ് ആണെന്ന് അവിടുന്ന് വെരിഫൈ ചെയ്ത് അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടുന്ന് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈപ്പ് 1 ഡയബറ്റിക് ഡോക്യുമെൻറ്റ്സ് അപ്രൂവ്ഡ് ആണ്, അതായത് ടിക്കാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് അപ്രൂവ്ഡ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ടൈപ്പ് 1 ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ പ്രിവിലേജ് കിട്ടുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ആ പ്രിവിലേജ് എന്നുള്ളത് പത്രത്തിൽ വന്നൊരു ന്യൂസ് ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. മാതൃഭൂമി പത്രത്തിൽ വന്ന ന്യൂസാണ്. പ്രമേഹ രോഗികൾക്ക് PSC പരീക്ഷാ ഹാളിൽ പ്രത്യേക പരിഗണന. PSC പരീക്ഷകളിൽ ടൈപ്പ് 1 ഡയബറ്റിക് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻസുലിൻ പെൻ, ഇൻസുലിൻ പമ്പ്, CGMS കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം, ഷുഗർ ടാബ്ലറ്റ്, വെള്ളം എന്നിവ പരീക്ഷാ ഹാളിൽ കൈവശം സൂക്ഷിക്കാം. ഇതിന് ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കണം. നിശ്ചിത മാതൃകയിലുള്ളതും സർക്കാർ സർവീസിൽ അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറിൽ നിന്നും ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യണം. തുടർന്ന് അടുത്തുള്ള PSC ഓഫീസിൽ അസൽ ഹാജരാക്കി പരിശോധന പൂർത്തിയാക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഉൾപ്പെടെയുള്ള വിവരങ്ങൾ PSC വെബ്സൈറ്റിൽ മസ്നോ ലിങ്കിൽ ടൈപ്പ് 1 ഡയബറ്റിക് എന്ന മെനുവിൽ ലഭിക്കും. അപ്പോൾ നിങ്ങൾ PSC പ്രൊഫൈലിൽ പോയിട്ട് അവിടെ മസ്നോ എന്ന് പറയുന്ന ലിങ്ക് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ കാണിച്ച ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. PDF ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട്, അസുഖമുള്ളവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.